നമ്മുടെ പരുന്തുകളോടെ ഫോണടിക്കുകയാണ്. സർവീസ് സെൻ്ററിൽ കാത്തിരിക്കുകയാണ് ഗൈസ്. നമ്മളിപ്പോൾ ഫോൺ കിട്ടില്ല. ഫോൺ പോയി. കാശ് പോയി ഗൈസ്. കാശ് ഒത്തിരി പോകും, കുറേ പോകും. വീണ്ടും നമ്മൾ കുറച്ച് കഴിഞ്ഞ് വരാം. നമ്മളിപ്പോൾ ഒരു വെറൈറ്റി ഐഡിയ ഇറക്കിക്കോ. നമ്മളിപ്പോൾ എവിടെയാണെന്നറിയോ? നമ്മളിപ്പോൾ ഉള്ളത് വീട്ടിൽ പോകാനായിട്ട് ഇറങ്ങിയതാണ്. എവിടെ പോയി? പരുന്തിന്റെ ഫോൺ പോയ വിഷമത്തിൽ സാംസങ്ങിന്റെ സർവീസ് സെന്ററിൽ പോയി. അത് കഴിഞ്ഞ് ഒരു എന്റെ വണ്ടിയുടെ സെന്ററിൽ ലോക്ക് നോക്കാൻ പോയി. കിട്ടിയോ? അതും ഇല്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരു വണ്ടി ബുക്ക് ചെയ്യാന്ന് വിചാരിച്ച് സർവീസ് സെന്ററിൽ പോയി. അതും കിട്ടി. റോഡിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ നമുക്ക് തോന്നി ആയൂരിൽ നിന്ന് പോകുന്ന വാളകം വഴി വീട്ടിൽ പോകുന്ന വിചാരിച്ചു. ടീ ഷോപ്പ്. പക്ഷെ അവിടെ ഒന്നും ഇല്ല. പറഞ്ഞു. സോറി ഗൈസ്. അപ്പോൾ നമ്മൾ എന്ത് വിചാരിച്ചു? എന്നാ പിന്നെ വിചാരിച്ച് നമുക്ക് 1000 വഴി പോകാന്ന് വിചാരിച്ചു. അപ്പോഴാണ് നമ്മുടെ കൂട്ടത്തിലുള്ള അഭിരാമിന് എന്താ അല്ല ലുലുമാൾ ആദ്യമേ അപ്പൊ ലുലുമാളിൽ പോയി ചായ കിട്ടില്ല. അപ്പം നമ്മൾ വിചാരിച്ചു ഇപ്പം ബീച്ചൂടെ കാണാൻ. അങ്ങനെ അഭിരാമിന്റെ എന്റെ ഫ്രണ്ട് സജസ്റ്റ് ചെയ്തു. ശംഖുമുഖം ബീച്ചിലാണെങ്കിൽ നമുക്ക് എന്തൊക്കെ കാണാം. പ്ലെയിൻ പറന്ന് കണ്ടുകൊണ്ട് ചായ കുടിക്കാം. നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ് ഗൈസ്. കണ്ടാ നിങ്ങൾക്ക് കാണാം. ഇപ്പൊ നമ്മളുള്ളത് SRTC ഒക്കെ ഉണ്ട്, സൂക്ഷിക്കണം. ഇതാണ് കറക്റ്റ് വാളകം ജംഗ്ഷൻ. സ്ഥിരമായിട്ട് വണ്ടിയൊക്കെ ഇരിക്കുന്ന സ്ഥലമാണ് ഗൈസ്. നമ്മുടെ ഡ്രൈവർ സ്പൾബർ കൊണ്ട് ഇവിടെ അഭിരാമുണ്ട്, ഞാനുണ്ട്. അല്ലെങ്കിൽ പിന്നെ ഞാനല്ലേ ഡയലോഗെല്ലാം പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കും ഗൈസ്. ചെറുപ്പക്കാർ ജോലിക്ക് എല്ലാവരും പണിക്ക് പോകുമ്പോൾ നമ്മളിങ്ങനെ തെണ്ടി തിരിഞ്ഞ് നടക്കുന്നു. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്താൽ നമുക്ക് ഇതേപോലത്തെ വെറൈറ്റി വീഡിയോസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഗൈസ്, ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പൈസ ഒന്നും ഇല്ല, 5 പൈസ അല്ല. നിങ്ങൾ ലൈക്ക് ചെയ്ത് ഇതേപോലത്തെ നമ്മുടെ വെറൈറ്റി ഒറ്റ ബുദ്ധികൾ പ്രൊമോട്ട് ചെയ്യണമെന്നാണ് നമ്മൾ സെറ്റപ്പ് ചെയ്യണം. നിങ്ങൾ എല്ലാവരും ഹൈപ്പ് ബട്ടണിൽ ഞെക്കിയാൽ നമുക്ക് വേറെ ഒന്നും വേണ്ട. ഹൈപ്പ് ബട്ടനാണ് ഇപ്പം 100K സബ്സ്ക്രൈബേഴ്സ് ഇല്ലാത്തവർക്ക് വരുമാനം വേണേൽ ഹൈപ്പ് ബട്ടൺ ചെയ്യണം. ഒരു 100 ഹൈപ്പൊക്കെ ഒരു വഴിക്ക് കിട്ടുവാണെങ്കിൽ നമുക്ക് അത്യാവശ്യം പിടിച്ചിരിക്കാൻ പറ്റും ഈ ഒരു അവസരത്തിൽ. അപ്പോൾ നമുക്ക് എന്തായാലും പോകുന്ന വഴി ബാക്കി കാണാം. നമ്മളിപ്പം പൊക്കോണ്ടിരിക്കുന്നത് കൊട്ടാരക്കര ആയൂർ വഴി ചടയമംഗലം കിളിമാനൂർ വെഞ്ഞാറമ്മൂട്, അതാണ് മെയിൻ. വെഞ്ഞാറമ്മൂട് വഴി പോത്തങ്കോട് വഴി ശംഖുമുഖം. നല്ല മഴ, ഒരു ചായ. അതാ ഇത് നമ്മുടെ ഈ ട്രിപ്പിന്റെ പേര് തന്നെ മഴയത്തൊരു ചായ, കൂടെ ഒരു കടലും. ആര്യഭവൻ. ഇവിടെ നല്ല മസാല ദോശ കിട്ടുന്നത്. അത് നല്ല മസാല ദോശ കിട്ടുന്നൊരു കടയാണ്. ഓ കഴിഞ്ഞു പോയി ഗൈസ്. ഈ വണ്ടി നിങ്ങൾക്ക് പരിചയമുണ്ടോ? ഇതാണ് അഭിരാമിന്റെ വണ്ടി. ഇവിടെ എന്താ പ്രത്യേകത എന്നറിയോ? ഞങ്ങൾക്ക് ഇന്ന് അഭിരാം പിസ്ത കൊണ്ടുവന്നു. ആ പിസ്തയുടെ ബാക്കിയുണ്ട് ഗൈസ്. നമ്മളിപ്പോൾ വാളകം കഴിഞ്ഞു കേട്ടോ. ഇതിപ്പോ രാത്രിയിലെ പോയ 2 ബസ്സാണ് ഇപ്പോഴാണ് വരുന്നത്. എന്തൊക്കെ കാണണ്ട ഇത് നിങ്ങള്. ഇവിടെ 120 രൂപ പെട്രോളിന് കേട്ടോ. ഇവിടെ നിന്ന് 1000 അടിക്കരുത്. അതെ എവിടുത്തെ പിറവന്തൂര് 4000 അല്ലേ ഗൈസ്? നമ്മുടെ അഭിരാമിന്റെ വീട് പിറവന്തൂരാണ്. പിറവന്തൂരിലുള്ളവരെല്ലാരും തംസപ്പ് അടിക്കും ഗൈസ്. ബൈ ദ ബൈ, ഞാൻ പഴയ ഒരു പിറവന്തൂർക്കാരനാ. എന്റെ അച്ഛനെ നിങ്ങളൊക്കെ പറഞ്ഞാലേ പിറവന്തൂരുകാര്. ബിനു മോനെ എവിടെ ഗൈസ് ഇപ്പോൾ ഇവിടെ എല്ലായിടത്തും നെറ്റിപ്പട്ടം കിട്ടുന്നുണ്ട്. ഉത്സവമൊക്കെ കഴിഞ്ഞ് ഇതെന്തിനാന്ന് ഇപ്പം വെച്ചേക്കുന്നത് ഗൈസ്. പിന്നെ ഫോണിന് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ യൂട്യൂബിൽ വരുമാനം തരുന്നതനുസരിച്ച് നമ്മൾ പുതിയ ഫോൺ മേടിച്ച് വീഡിയോയുടെ ക്വാളിറ്റി കൂട്ടാൻ ശ്രമിക്കാം. പിന്നെ ആദ്യമേ ഞങ്ങൾ തിന്നു തീർക്കുമോ എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് നമുക്ക് EMI ഇടുന്നതിന് മുന്നേ മിക്കവാറും പൈസ വസൂലാക്കും. പിന്നെ ഇത് നമ്മളിപ്പം പൊക്കോണ്ടിരിക്കുന്നത് വാളകം കഴിഞ്ഞ് ഒരു ആവാറാവുന്നേ ഉള്ളൂ. പിന്നെ വേറെ പ്രതിഭാസമുണ്ട് ഗൈസ്, നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല. കുറച്ച് മുന്നേ നമ്മൾ മഴയത്തായിരുന്നു, പക്ഷെ ഇപ്പൊ വെയിലത്താ. ഇച്ചിരി മഴ കൊള്ളാന്ന് പറഞ്ഞാൽ ശംഖുമുഖത്ത് ഇറങ്ങിയത് പോയില്ല. ഇതിപ്പം അറിഞ്ഞൂടെ ഗൈസ്. ഗൈസ് വീണ്ടും സൂപ്പർ ഫാസ്റ്റ്. ഞാൻ പറഞ്ഞില്ലേ ഇവിടുന്ന് ഏറ്റവും കൂടുതൽ സൂപ്പർ ഫാസ്റ്റ് പോകുന്ന റോഡാണ്. നേരത്തെ സർവീസ് സെന്ററിൽ പോയിട്ട് കാണാൻ പറ്റിയില്ല ഈ വണ്ടി. ഇതാണ് നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന വണ്ടി. നമ്മളിപ്പം നിൽക്കുന്നത് ആയൂർ സിഗ്നലിലാണ്.
ഭയങ്കര നല്ല സ്ഥലമാണ്. പക്ഷെ ചില സമയം പറയാൻ പാടില്ല അല്ലേ? സോറി. ഓക്കെ ഗൈസ്, ഇപ്പോൾ നമ്മൾ കണ്ട കിളിമാനൂർ ആയൂര്. ഇനി നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ ചടയമംഗലം വഴി കിളിമാനൂർ. ഇവിടെ നല്ല ചിപ്സ് കിട്ടും ഗൈസ്, നല്ല ചിപ്സ് കിട്ടുന്ന ഒരു കടയാണ്. പിന്നെ പുനലൂരോട്ടുള്ള ബസ്സാണ് കിടക്കുന്നത്. ആൾക്കാരൊക്കെ നമ്മളെയൊക്കെ നോക്കുന്നുണ്ട്, എന്നാലും കുഴപ്പമൊന്നുമില്ല. അതെ അതെ ഗൈസ്. പിന്നെ നമ്മുടെ ഫേവറേറ്റ് ഒരു കുഴിമന്തി കടയുണ്ട്, അത് ഫ്രണ്ടിലാണ്, ഞാൻ ഇപ്പം കാണിക്കാതെ. സഹറൽ മന്തി എന്ന് പറഞ്ഞിട്ട് നല്ല നല്ല സൂപ്പർ മന്തിയാണ്. പുനലൂന്ന് നമ്മൾ എപ്പോഴും മന്തി കഴിക്കാൻ വരുന്നൊരു കടയാണ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, സഹറൽ മന്തി കേട്ടോ. നല്ല ഒരു ഡൈനിങ് എക്സ്പീരിയൻസ് ആയിരിക്കും. പിന്നെ ഓവർ ഹൈപ്ഡ് ആണോ എന്ന് വിചാരിച്ചാൽ നമ്മൾ നമുക്ക് ഇഷ്ടപ്പെട്ടു, എല്ലാവർക്കും മന്തി ചിലപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് വരത്തില്ല, കുഴപ്പമില്ല, എന്നാലും കുഴപ്പമില്ല. ഈ ചേട്ടനെ നമ്മൾ എന്താ പറയുക, നിങ്ങൾ നോക്കുകയാണെ, പുള്ളി ഇപ്പം ലെഫ്റ്റിൽ കൂടെ ഓവർടേക്ക് ചെയ്തു അവിടെ വീണ്ടും. ഇപ്പോൾ നമ്മൾ പറയുന്നില്ല, എല്ലാവരും ബൈക്ക് ഓടിക്കുന്നവരാണ്. നമ്മളെല്ലാവരും ഈ ലെഫ്റ്റ് ഓവർടേക്കിംഗ് എന്ന് നിർത്തിയാൽ തന്നെ എല്ലാവർക്കും തിരക്കൊണ്ട് നമുക്കറിയാം. നമ്മൾ ഞാൻ പറയുന്നില്ല, ഞാൻ എല്ലാവർക്കും തിരക്കുണ്ട്. ബേസിക് തിങ്ങാണ് ലെഫ്റ്റിൽ കൂടെ ഓവർടേക്ക് ചെയ്യുന്നത്, അത് ചെയ്യാതിരിക്കും. ഇപ്പം ഡ്രൈവറിന്റെ സൈഡിലാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഡ്രൈവറിനെ കാണാൻ ഈ ചേട്ടനെ നോക്ക്, പുള്ളി പോകുന്ന പോക്കാണ്. നമ്മൾ നമ്മുടെ ഫ്രണ്ട് ഉണ്ട് തായ്ലൻഡിൽ പോയി കണ്ണൻ ഇപ്പോൾ നമ്മളുമായിട്ട് സംസാരിക്കും കേട്ടാ. ഇത് ഗൈസ്, പിന്നെ സ്കൂള് തുറന്ന് പ്രമാണിച്ചാണ്ട് വണ്ടി അല്ലേ, തമാശക്കല്ലേ കണ്ട കിടക്കുന്നുണ്ട്. ഇത്രയും വണ്ടിയൊക്കെ ഉണ്ട്, ഒത്തിരി വണ്ടിയുണ്ട്. മർത്തോമ അലം പഠിക്കുന്ന കോളേജ്, പഠിച്ച കോളേജ്, സോറി പഠിക്കുന്നില്ല. ഗൈസ്, ഞാൻ നിങ്ങൾ ജഡായുപ്പാറ കാണിക്കാന്ന് പറഞ്ഞ ഓണാക്കിയതാ. പക്ഷേ ഭയങ്കര ഇരുണ്ട് കിടക്കുന്നോണ്ട് നമുക്ക് കാണാൻ പറ്റില്ല. അതെന്ത് ഓടയല്ലേ, അതാണ് മഴക്കാറ്. നല്ല പൈസ വഴിയാണ് നമ്മൾ ജഡായുപ്പാറയ്ക്ക് കയറി പോകുന്നത് കേട്ടോ. അതുകൊണ്ട് ഈ വഴി നമ്മൾ ഓൾറെഡി ട്രിപ്പ് പ്ലാൻ ചെയ്തത് വിത്തിൻ സെക്കൻഡ്സ് ആണല്ലോ. അപ്പോൾ ചേഞ്ച് ഓഫ് പ്ലാൻ ആണ്. നമ്മള് ചടയമംഗലം അല്ല നിലമേലെത്തിയപ്പോൾ, ചടയമംഗലം കഴിഞ്ഞപ്പോൾ തൊട്ട് നമുക്കൊരു ഇങ്ങനെ ഒരു ചിന്ത ഉണ്ടായിരുന്നേ. അപ്പം നിലമേൽ സിഗ്നൽ എത്തിയപ്പോൾ നമുക്കൊരു 3 ഓപ്ഷൻസ് വന്നു. അതായത് ഒന്നാമത്തത് ഇടത്തോട്ട് പോയാൽ പൊന്മുടി, രണ്ടാമത്തത് നേരെ പോയാൽ ശംഖുമുഖം, വലത്തോട്ട് പോയാൽ വർക്കല. നമ്മൾ നോക്കിയപ്പോൾ പൊന്മുടി ഭയങ്കര റഷാണ് അല്ലേ, എല്ലാവർക്കും അറിയാലോ, വൈബ് വരുന്നു അല്ലേ. പൊന്മുടി അതുമല്ല, പിന്നെ പൊന്മുടി നമ്മൾ ഓൾറെഡി പോയിട്ടുണ്ട്. അത് കാണാത്തവർക്കായി നമ്മുടെ ഇൻസ്റ്റാഗ്രാം പുതിയ പേജ് വരുന്നുണ്ട്, അതിനകത്ത് ഇത് ഇടുന്നതായിരിക്കും കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ ശംഖുമുഖം ആലോചിച്ചപ്പോൾ ഇവിടെ ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ നമുക്ക് പ്ലെയിനാണ്, പക്ഷേ വണ്ടി ഇടണമെങ്കിൽ ടാസ്ക്കാണ്. പിന്നെ മഴയും വെള്ളമൊക്കെ അല്ലേ, അപ്പം പിന്നെ ആ ഒരു ഐഡിയ നമ്മളങ്ങ് ഡ്രോപ്പ് ചെയ്യാന്ന് വെച്ചു ഗൈസ്. ഉണ്ട്, നമ്മളെങ്ങോട്ടാ പറഞ്ഞത്, നമ്മൾ വർക്കലൊക്കെയാണ് ഗൈസ് പറഞ്ഞത്. നമ്മൾ പാരിപ്പള്ളിയിലേക്ക് അടിക്കാറായി. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ചടയമംഗലം സിഗ്നലിൽ നിന്ന് നേരെ തിരിഞ്ഞ് നിലമേൽ സിഗ്നൽ കേട്ടോ, നിലമേലിൽ നിന്ന് തിരിഞ്ഞ് നേരെ പാരിപ്പള്ളി റോഡിലാണ്. അപ്പം നമുക്ക് ഭാഗ്യം നമ്മൾ മക്കളെ ചെല്ലുന്നത് കാണാം, അല്ലെങ്കിൽ നമ്മൾ വേറെ എവിടെയെങ്കിലുമൊക്കെ ചെല്ലും. കാരണം ഐഡിയ ഇങ്ങനെ പിച്ചിങ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ അവസ്ഥ മനസ്സിലാവുമെന്ന് മനസ്സിലാവും. നമ്മൾ ഒറ്റ മൈൻഡിലാണ് കേസ് പോകുന്നത്. നമുക്ക് ഫ്രണ്ട്ലി. അതെ അതെ, നിങ്ങൾ വിചാരിക്കുന്ന ഞങ്ങൾക്ക് ഒരു ജോലിയില്ലെന്ന്. ഇല്ല ഗായ്സ്, ഒരു പണിയില്ല, വെറുതെ നടക്കും. ഞങ്ങൾ വെറുതെ നടക്കും. നാട്ടുകാർക്കൊരു ജോലി ഉണ്ടായിക്കൊണ്ട് നടക്കുകയാണ്. ചായ കുടിക്കാൻ പോവും, പുറത്തു പോവും. അപ്പം നിങ്ങൾ വിചാരിക്കും ഇത് ഇങ്ങനെ വലിയ വരുമാനമൊന്നും. നമ്മൾ വീട്ടുകാരിലില്ല, നമ്മൾ നമ്മുടെ സ്വന്തം കാശിനാണ്. അപ്പോൾ നമ്മൾ എന്തായാലും ഐ ലവ് റോബർട്ട് മുഹമ്മദ്, അതാരാന്ന് അറിഞ്ഞൂടാ കേട്ടോ. അയ്യോ, അത് ഞാൻ കാണിച്ചു തരാം കഴിച്ചു, അതാരാണ്. നമ്മൾ പെട്രോൾ അടിക്കാട്ടെ. എവിടെ സ്ഥലം എവിടെ ഉണ്ടോ? 105 രൂപ, സോറി 115 കേട്ടോ.
അറിയോ മടവൂർ ഗൈസ് വണ്ടിയൊക്കെ ഉണ്ട്, താറുണ്ട്. പക്ഷെ ഇതൊരു കുഞ്ഞി ടൗണാണ്. പക്ഷെ ജംഗ്ഷൻ പക്ഷെ കുറെ ആൾക്കാരൊക്കെ ഉണ്ട് അല്ലേ, കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. അത് അടുത്ത് കിടക്കുന്ന ഒരു ജംഗ്ഷനാണ്. കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്നു. ട്യൂഷൻ സ്കൂള് തുറക്കുമല്ലേ. ഗൈസ് പറഞ്ഞ പോലെ നമ്മൾ വീഡിയോ കാണുന്ന നിങ്ങൾ എത്ര പേര് ഇനിയും +1 +2 അല്ല 10ാം ക്ലാസ്സിലേക്കോ ഒക്കെ പോകുന്നത് അതൊന്ന് കമന്റ് ചെയ്യുക ഗൈസ്. നമുക്കത് നോക്കാം എത്ര പേര് നമ്മളെ കുഞ്ഞു പിള്ളേരുടെ വീഡിയോ ജെൻസി അല്ലാത്തത് കൊണ്ടും 90s ആയതുകൊണ്ടും ഞാൻ നമ്മൾക്ക് നോക്കാം എങ്ങനെയാണെന്ന് പരിപാടി. പിന്നെ ഗൈസ് നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോ ആണ് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? ഇത് കണ്ടോ റൈഡേഴ്സ്. അയ്യോ റൈഡേഴ്സ് പോയി കേട്ടാ. നമ്മൾ എങ്ങനത്തെ വീഡിയോ ആണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ പറയണം കേട്ടാ. നിങ്ങൾക്ക് വീണ്ടും ഒരു പ്രതിഭാസം കാണണം. 2 കിലോമീറ്റർ കൂടുമ്പോൾ മഴ പെയ്യുന്നത്, 2 കിലോമീറ്റർ കൂടുമ്പോൾ മഴ പെയ്യാതിരിക്കുന്നത്. നമ്മളിപ്പോൾ അങ്ങനെ യാത്ര ചെയ്ത് ഉച്ചയായപ്പോൾ വിശന്ന് ഗൈസ്. വിശന്നപ്പോൾ നമ്മൾ കഴിക്കാനായിട്ട് പഠിക്കാൻ പോയപ്പോഴോ എപ്പോഴേലും വായിച്ചു പഠിക്കാൻ കഴിക്കട്ടെ. അതേതാ നമുക്ക് കഴിക്കാൻ നമ്മൾ ഡയറ്റിലാണ്, അതുകൊണ്ടാണ് അൽഫാം ഓർഡർ ചെയ്തേക്കുന്നത്. നമ്മുടെ ഫേവറേറ്റ് ഒരു കുഴിമന്തി കടയുണ്ട്, അത് ഫ്രണ്ടിലാണ്, ഞാൻ ഇപ്പം കാണിക്കാതെ. സഹറൽ മന്തി എന്ന് പറഞ്ഞിട്ട് നല്ല നല്ല സൂപ്പർ മന്തിയാണ്. പൊന്നിലൊന്ന് നമ്മൾ എപ്പോഴും മന്തി കഴിക്കാൻ വരുന്നൊരു കടയാണ്. നമ്മൾ വർക്കിലെത്തി ഗൈസ്. ഇനി അടുത്ത ചടങ്ങിലേക്ക് നമുക്ക് കിടക്കാം. എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായതാണ്. വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലം ഉണ്ടാക്കാം. ഫ്രണ്ടിലോട്ട് പോയി നോക്കാമേ. ഭയങ്കര തിരക്ക് കേട്ടോ. ഞങ്ങളപ്പോൾ അവസാനം എത്തി. ഒരു തീരുമാനം ഒത്തിച്ചു അല്ലേ? അതെ വർക്കലയുടെ കുറച്ച് ക്ലിപ്പുകൾ നമുക്ക് കാണാം. ഒരു കാറ്റിലുമായി കലരാതെ ഒരു വീർപ്പിലുമാർത്തുലയാതെ കരളെ കുളിരായ കിനാവേ നോവേ തേനേ മേരെ മോല മോല മേരെ മോല. ലോകത്തെ എവിടെ ചെന്നിരുന്നാലും സമാധാനം, മഴ, കടൽ പോയി നോക്കിക്കുക. ചായ കിട്ടിയില്ലടാ, ചായ കുടിച്ചിട്ട് ഗൈസ്. ഇതൊക്കെയാണ് വർക്കലയിലെ ഇപ്പോഴത്തെ ലൈവ് സീൻസ്. മഴയാണ്. ഹായ് ഗൈസ്, അപ്പോൾ ഞങ്ങൾ വർക്കല വന്ന് കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത്. മഴയാണ് ഗൈസ്, നല്ല മഴ. പിന്നെ എന്തായാലും നിന്നാൽ സൺസെറ്റ് കാണുമോ എന്നൊരു ചാൻസ് ഇല്ല. എന്നാലും നമ്മളിങ്ങനെ ഒന്നുകൂടെ ഒന്ന് കറങ്ങി നടക്കാം എന്നുള്ള മൈൻഡ് ഇങ്ങനെ പോവാണ്. പോയി നോക്കാം എന്താവുമെന്ന് അറിയില്ല. പിന്നെ നമുക്കിതിൽ വിഷമിക്കാൻ കാര്യമില്ല. കാരണം നമ്മൾ സൺസെറ്റോ സൺറൈസോ കാണാൻ അല്ലല്ലോ, നമ്മൾ വെറുതെ ഇരുന്ന് ബോറടിച്ചോ. ഈ ഓട്ടോ ചേട്ടന് നമ്മൾ എന്ത് പറയും? ഈ ചേട്ടൻ്റെ സ്കില്ലും പുള്ളി ഏത് ഇങ്ങോട്ടാണ് പോകുന്നത് പുള്ളിക്ക് തന്നെ അറിയാം. അപ്പം നമ്മൾ പറഞ്ഞു വന്ന ഗൈസ്, വർക്കലയിൽ വരുമ്പോൾ വീക്കെൻഡ്സിൽ വരാതിരിക്കുക. ഭയങ്കര എക്സ്പെൻസീവ് ആവും. നിങ്ങളുടെ ഇഷ്ടം പോലെയാണ്, പക്ഷേ ഇച്ചിരി എക്സ്പെൻസീവ് ആവും. പക്ഷേ വീക്ക് ഡേയ്സ് കുറച്ചുകൂടെ പ്രിഫർ ചെയ്താൽ നല്ലതായിരിക്കും. വീക്കെൻഡ്സ് ഭയങ്കര പാടാണ്. ഒന്നാമതെ വണ്ടി ഭയങ്കര പാടായിട്ട്. പിന്നെ ഇപ്പം നിങ്ങൾ അല്പം ഡ്രിങ്കിങ് ഒക്കെ ആണെങ്കിൽ പക്ഷേ ഇച്ചിരി സീനാണ്. പക്ഷേ നല്ല സ്ഥലമാണ്. പിന്നെ കുട കൊണ്ടുവരാൻ സ്ഥലമാണ്. എല്ലാവരും പോപ്പിയുടെ കുട കിട്ടുമെന്നെങ്കിൽ പോപ്പിയുടെ കുട തന്നെ മേടിക്കുക. ഒരുത്തൻ വലിയൊരു കുട മേടിച്ചിട്ട് വീട്ടിൽ വെച്ചിട്ട് പോയി. അല്ലേടാ, വീട്ടിൽ സേഫാണ്. അതെ, വീട്ടിൽ സേഫാണ്. അപ്പോൾ ബുള്ളറ്റുകാരൻ സേഫായി ഉറങ്ങി. വലിയ കുട 500 രൂപയുടെ വലിയ കുട 500 രൂപയ്ക്ക് മേടിച്ചാണ്. എന്നിട്ട് ഈ കഴിവിട്ടവൻ അത് കൊണ്ടുവന്നില്ല. വീട്ടിൽ